ലഹരി തടയുന്നതിൽ എക്സൈസ് വകുപ്പ് അസാധാരണ സാഹചര്യം നേരിടുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നു. ലഹരി മരുന്നും സിന്തറ്റിക് ഡ്രഗും സമൂഹത്തിൽ ഉയർന്നത് വലിയ വെല്ലുവിളിയാണ്. എക്സൈസ് മന്ത്രി എം പി രാജേഷ് ബ്രോസ് ഈവനിംഗിൽ അതിഥിയായി തത്സമയം ചേരുകയാണ്. എം പി രാജേഷ്, വെൽക്കം ടു ബ്രോസ് ഈവനിംഗ്. നമസ്കാരം ശ്രീ എം പി രാജേഷ്. ശരിക്കും താങ്കൾ പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുറച്ച് കടുക്കും, അത്ര കൂടുതൽ വ്യാപകമാകുന്ന അക്രമവും കേരളത്തിൽ പെരുകുന്നു എന്ന രീതിയിലൊരു സൂചന താങ്കൾ പറയുന്നു. ഞങ്ങൾക്കറിയാം സർക്കാർ മാത്രം വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്നാൽ ഇതിനകത്ത് എന്തായാലും ചടുലമായ ചില നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം വെളിനാടുകളിലൊക്കെ ഇരുന്ന മലയാളികൾക്കൊക്കെ തന്നെ വല്ലാത്ത ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ കണ്ട് പടങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ. എന്താണ് താങ്കൾക്ക് ആമുഖമായി ഈ പരിപാടിയിൽ അതിഥിയായി ചേരുമ്പോൾ പറയാനുള്ളത്? ആമുഖമായിട്ട് പറയാനുള്ളത്, ഇന്ന് ഗവർണർ പറഞ്ഞതായിട്ട് ഒരു പ്രതികരണം കണ്ടു. അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം എന്ന്. ഇപ്പോൾ ലഹരിയോടുള്ള ആകർഷണം കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും ഏറി വരുന്നു എന്നതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഹിംസയും കുറ്റവാസനയും ഗണ്യമായിട്ട് കൂടി വരുന്നു എന്നത്. അത് ഒരു പ്രശ്നമാണ്. ആൾക്കൂട്ടക്രമങ്ങൾ കൂടി വരുന്നുണ്ട്. ആത്മഹത്യ പെരുകുന്നു എന്നത് ഇന്നലെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം തന്നെ പെരുകുന്ന ആത്മഹത്യയെക്കുറിച്ചാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. യഥാർത്ഥ പ്രശ്നം സമൂഹത്തിൻ്റെ രോഗാതുരതയാണ് എന്ന് കാണും. പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ, യൗവനത്തിൻ്റെ ഈ മാനസികാരോഗ്യം എന്നത് വളരെ ഗൗരവമായിട്ട് നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് കൗമാരക്കാരും ചെറുപ്പക്കാരും ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ലഹരി ഉപയോഗിച്ചാണെങ്കിലും അല്ലാതെയും അക്രമം ഒരു ലഹരിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ലഹരി ഉപയോഗിച്ചിട്ട് മാത്രമല്ല അക്രമം നടക്കുന്നത്, അല്ലാതെ തന്നെ ഒരു അക്രമവാസന വളർന്നു വരികയാണ്. എല്ലാം തല്ലി തീർക്കാം, എല്ലാം കൊന്നു തീർക്കാം എന്നൊരു മനോഭാവം വളർന്നു വന്നിരിക്കുന്നു. അങ്ങനെയാണ് തീർക്കേണ്ടത് എന്നാണ് ധരിച്ചിട്ടുള്ളത്. വേറൊരു പരിഹാരവും ഒരു പ്രശ്നത്തിനും ഇല്ല അവരുടെ മുമ്പിൽ. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് തല്ലി തീർക്കുക അല്ലെങ്കിൽ കൊന്നു തീർക്കുക എന്ന ഒരു സ്ഥിതി വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ പൊതുവായ മാനസികാരോഗ്യം, പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും മാനസികാരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച വിദഗ്ധമായ ആഴത്തിലുള്ള വിശകലനവും പഠനവും ഗവേഷണവുമൊക്കെ ഇന്ന് ആവശ്യമാണ്. അങ്ങനെ ഒരു ബഹുമുഖ സമീപനം ഇതിലെടുക്കണം. ഇനി നമുക്ക് ലഹരിയിലേക്ക് വരാം. ലഹരിയിലേക്ക് വന്നാൽ ലഹരിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. ജീവിതത്തിൽ ആന്തരികമായി തന്നെ ആഹ്ലാദം, ആനന്ദം ഒക്കെ കണ്ടെത്താൻ ധാരാളം മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അതിനൊന്നും തുനിയാതെ കൃത്രിമമായി എളുപ്പത്തിൽ ഈ ജീവിതത്തിൽ നിന്ന് ബാഹ്യമായ ഒരു ആനന്ദം കണ്ടെത്താനുള്ള ശ്രമമാണ് ലഹരിയിലേക്ക് എത്തിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു കൗതുകത്തിന് തുടങ്ങുന്നതാണ്, ചില സമയത്ത് അതൊരു സാഹസിക പ്രകടനം എന്ന നിലയിൽ തുടരുന്നതാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ ലഹരിയുടെ വിപത്തിനെ ചെറുക്കണമെങ്കിൽ അതൊരു സാമൂഹിക വിപത്താണ്. SKN പറഞ്ഞത് വളരെ ശരിയാണ്. സർക്കാരിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ സർക്കാർ ഒറ്റയ്ക്ക് മാത്രം നേരിടേണ്ടതെന്നല്ല, സാമൂഹിക വിപത്തിനെ സമൂഹമാകെയാണ് നേരിടേണ്ടത്. അപ്പോൾ ലഹരി വിപത്തിനെ ചെറുക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന് സാമൂഹികമായ ജാഗ്രത തന്നെയാണ്, സമൂഹത്തിൻ്റെ ഇടപെടലാണ്. രണ്ടാമത്തെ കാര്യം ലഹരിയുടെ ലഭ്യത തടയുക എന്നതാണ്. അവിടെയാണ് എക്സൈസ് പോലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പങ്ക് വരുന്നത്. ആ ചുമതല നിർവഹിക്കാനാണ് എക്സൈസും പോലീസും ഒക്കെ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേതിനേക്കാൾ നന്നായി കേരളത്തിലെ എക്സൈസും പോലീസും അത് നിർവഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഞാൻ വസ്തുതകളുടെ, കണക്കുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആ കാര്യം പറയുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. രാജേഷ്, നമ്മുടെ വിജയകുമാർ എന്റെ കൂടെ ഉണ്ട്. വിജയകുമാർ, താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. വിജയകുമാർ. മിനിസ്റ്റർ, ഇതിപ്പോൾ സാഹചര്യം മാറുകയാണ്. പുതിയ കാലത്തെ ഇത്തരം ലഹരിയുടെ ഉറവിടം അത് കേരളത്തിലേക്ക് വരുന്ന വഴി, ഇതൊക്കെ പരമ്പരാഗതമായി എക്സൈസ് കണ്ട് ശീലിച്ചതിനപ്പുറത്തേക്കുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പരമ്പരാഗതമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതുപോലെ ആയിരിക്കില്ലല്ലോ ഇനി ഈ വിഷയത്തെ താങ്കളുടെ വകുപ്പിന് കൈകാര്യം ചെയ്യേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അതിന് പുതുമയുള്ള വഴികൾ തേടേണ്ടി വരും, മറ്റു സമ്പ്രദായങ്ങൾ തേടേണ്ടി വരും.
ആ വഴിക്ക് ഗൗരവമുള്ള ആലോചന ഉറപ്പായും താങ്കളുടെ വകുപ്പിൽ മന്ത്രി എന്ന നിലയിൽ താങ്കൾ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. ആ നിലയ്ക്കാണോ ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ വിപത്തിനെ നേരിടാനുള്ള എക്സൈസ് വകുപ്പിന്റെ നടപടികൾ? നോക്കൂ വിജയകുമാർ, ഇനി തുടങ്ങാനിരിക്കുകയല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ എക്സൈസ് പരമ്പരാഗതമായ രീതിയിൽ മാത്രമല്ല ഇതിനെ നേരിടുന്നത്. എന്താ പരമ്പരാഗതമായ രീതിയിലുണ്ടായിരുന്ന എക്സൈസിൻ്റെ ചുമതല നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാം കണ്ട് ശീലിച്ചത്, നമ്മുടെ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത് എന്താ? പ്രധാനമായിട്ട് 2 വെല്ലുവിളിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ വ്യാജവാറ്റ് തടയുക എന്നതാണ്, അബ്കാരി കേസുകൾ കൈകാര്യം ചെയ്യുക. പിന്നെ മയക്കുമരുന്നെന്ന് പറയുമ്പോൾ കഞ്ചാവ് തോട്ടം നശിപ്പിക്കുക, ഇതല്ലേ? അതിൽ നിന്ന് എക്സൈസ് മാറിയില്ലേ? കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ തന്നെ ആ മാറ്റം ഇത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് എക്സൈസ് നേരിടുന്നത് രാസലഹരികൾ കടന്നു വരുന്നതാണ്. കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം പ്രത്യേകിച്ച് ഗുണമോ നിറമോ മണമോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ തുച്ഛമായ അളവിലാണ് വരുന്നത്. അത്രയും മതി. ഇത് 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ നിലയിൽ വരുന്നത് കണ്ടെത്തുക വളരെ അതീവ ദുഷ്കരമാണ്. അത് നമ്മൾ അതിന് ആധുനികമായ സംവിധാനങ്ങൾ, സാങ്കേതികവിദ്യ ഇതെല്ലാം ഉപയോഗിക്കണം. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ എൻഫോഴ്സ്മെൻറ്റിന് അത് സ്വീകരിച്ചു വരുന്നു. ഒപ്പം വിദ്യാർത്ഥികളെയാണല്ലോ പ്രധാനമായിട്ട് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. അവരിൽ നിരവധിയായിട്ടുള്ള ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ വിമുക്തി പോലെ ഒരു ഡി അഡിക്ഷൻ സംവിധാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലുണ്ട്. ഇന്ത്യയിൽ മറ്റൊരിടത്ത് എക്സൈസിന് ഇത്ര വിപുലമായിട്ടൊരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ ജില്ലകളിലുണ്ട്. 3 സോണുകളിലായി കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. 1,00,000-ലധികം പേർക്കാണ് എക്സൈസിൻ്റെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ നിന്നും വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകളിലും ആയിട്ട് പരിചരണവും ചികിത്സയും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടായതിന് ശേഷം OP ആയിട്ട് IP ആയിട്ട് അനേകം പേർക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പം എത്ര വിപുലമായൊരു പ്രവർത്തനമാണ് എക്സൈസ് നടത്തുന്നതെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രദ്ധ, നേർക്കൂട്ടം 2 പരിപാടികൾ ഹോസ്റ്റലുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടിയുണ്ട്. പോലീസിൻ്റെ യോദ്ധാവ് പ്രത്യേകമായിട്ടൊന്നുണ്ട്. സ്പോർട്സിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എക്സൈസ് സമീപകാലത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ്. കാരണം ഈ സ്പോർട്സ് ഇതൊരു പ്രത്യൗഷധമാണ് ഈ ലഹരി ആസക്തിക്ക് എന്ന് ധാരാളം പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. എക്സൈസ് ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയവർക്കിടയിൽ നടത്തിയൊരു പഠനമുണ്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച ആ പഠന റിപ്പോർട്ട് പുറത്തുവിടും. ഈ പറയുന്ന ബോധവൽക്കരണത്തിന് നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ആ ബോധവൽക്കരണത്തിന്റെ റിസൾട്ട് എന്താണ് എന്നൊരു ഓഡിറ്റ് നമുക്ക് ആലോചനയിലുണ്ട്. എം പി രാജേഷ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ട്രിവാൻഡ്രത്ത് വന്നൊരു വാർത്ത, ഒരു ഊരമ്പ് സ്വദേശി ഒരു ബ്രൂസിൽ പിടിയിലായെന്നൊരു വാർത്ത വന്നായിരുന്നു. 175 കിലോ കഞ്ചാവ് പിടികൂടിയാണ്. ഇയാൾ 20 വർഷമായി അധ്യാപകനാണ്. ഇയാളുമായി വേറൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇയാളിലേക്ക് എത്തുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതിലൊക്കെ ഏത് രീതിയിലാണ് ഒരു അന്വേഷണം സാധ്യമാവുക, ഏത് രീതിയിലാണ് ഒരു പരിശോധന സാധ്യമാവുക? ശ്രീ എം പി രാജേഷ്, നോക്കൂ, നമ്മുടെ ബോധവൽക്കരണ പരിപാടികളെല്ലാം ഫലപ്രദമാണെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതില്ലായിരുന്നെങ്കിൽ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. സമൂഹത്തിൽ ലഹരിയുണ്ട്, ലഹരിയോടുള്ള ആകർഷണം കൂടി വരുന്നുണ്ട്, അതുണ്ടാക്കുന്ന വിപത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയതെല്ലാം പരാജയപ്പെട്ടു എന്നൊന്നും അടച്ച് പറയരുത്. അങ്ങനെയല്ല. ഇത്രയും എഫർട്ട് നമ്മൾ എടുത്തില്ലായിരുന്നെങ്കിൽ, ഇത്രയും പ്രതിരോധം നമ്മൾ തീർത്തില്ലായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി നോക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. 2024 ഇന്ത്യയിലേക്ക് വന്ന മയക്കുമരുന്നിൻ്റെ മൂല്യം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒരു പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. സീറോ ടോളറൻസ് ടുവേഴ്സ് ഡ്രഗ്സ് എന്നും പറഞ്ഞിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കുകയാണ് 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് 2024 ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന്. ആ 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലാണ് കേട്ടോ, 24,517 പേര്. പക്ഷേ 60 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടുന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് രാജ്യമാകെ ഒരു വലിയ വിപത്തായിട്ട് നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ നിലയിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടേത് ഇവിടുത്തെ ലഹരി മരുന്നിൻ്റെ വ്യാപനം താരതമ്യേന കുറവാണ്. അത് ആശ്വസിക്കാൻ വകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ഇത്രയും വലിയ അധ്വാനവും ഇത്രയും വലിയ എഫർട്ടും എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നോർക്കണം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് അത്ര ശക്തമാണ്, അത്ര ഫലപ്രദമാണ്, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം. വേറൊരു കണക്ക് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു. ഈ കേസ് വെറുതെ എടുക്കുക മാത്രമല്ല, പിടിക്കപ്പെട്ടവരിൽ 98.19% ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് കേരളത്തിലാണ്. പിടിക്കപ്പെട്ടവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും എന്നതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്.
35 വർഷം വരെ ശിക്ഷ വാങ്ങിക്കൊടുത്ത കേസ് നമുക്കുണ്ട്. എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച ശേഷം നമ്മൾ സ്വീകരിച്ച, നേരത്തെ ഹാഷ്മിയാണല്ലോ ചോദിച്ചത്, എന്തെല്ലാം, വിജയകുമാറാണെന്ന് തോന്നുന്നു ചോദിച്ചത്, എന്തെല്ലാം പുതിയ മാർഗ്ഗങ്ങൾ, പുതിയ ക്രൈംബ്രാഞ്ച് എക്സൈസിന് പുതുതായിട്ട് നമ്മൾ ആവിഷ്കരിച്ചതാണ്. കേസ് അന്വേഷണം കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റാ ബാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരം ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ, മയക്കുമരുന്ന് ഒഫൻഡേഴ്സിൻ്റെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2023 10,736 സ്കൂൾ പരിസര പരിശോധനയാണ് നടത്തിയത്. 24 അത് 34,000 കൂടി. 34,000 സ്കൂൾ പരിസരത്ത് നമ്മൾ പരിശോധന നടത്തി. സ്കൂൾ പരിസരങ്ങളിൽ മഫ്തിയിൽ നിരീക്ഷണമുണ്ട്. എല്ലാ സ്കൂളുകളിലും അധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ എക്സൈസ് കൂടി പങ്കാളിയായി ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി. എം പി രാജേഷ്, ഒരു കാര്യം താങ്കൾ രാവിലെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വീണ്ടും താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് കിട്ടുന്ന ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് തന്നെ സ്കൂൾ കുട്ടികളെയാണ് പല ആളുകളും കാരിയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ പരിസരങ്ങളൊക്കെ തന്നെ അപകട മേഖലയായിട്ട് മാറുന്ന എല്ലാ സ്കൂളുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർന്ന് സംഘടിതമായി ജനങ്ങളുടെ താല്പര്യത്തോടെ അവരുടെ സഹകരണത്തോടെ നടത്താൻ വരുന്ന യത്നത്തിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ കടയറത്ത് വീഴ്ത്താൻ കഴിയൂ. കാരണം ഇത് വലിയ ഇൻ്റർനാഷണൽ മാഫിയ വരെ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുവിലുള്ളൊരു കാഴ്ചപ്പാടും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന നടപടികളും എന്തൊക്കെയാണ് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായും SKN പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒരു ഇൻ്റർനാഷണൽ റാക്കറ്റാണ്. ഡ്രഗ് മാഫിയ എന്നത് ആഗോളമായിട്ടുള്ള മാനങ്ങളുള്ള ഒന്നാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന മയക്കുമരുന്ന് പ്രധാനമായിട്ടും കടൽ മാർഗത്തിലൂടെ, തുറമുഖങ്ങളിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 5,000 കോടിയുടെ, 3,000 കോടിയുടെ, 2,000 കോടിയുടെയൊക്കെയാണ് തുറമുഖങ്ങളിൽ നിന്ന് പിടിക്കുന്നത്. പ്രധാനമായിട്ടും 2 തുറമുഖങ്ങളുണ്ട്. ഒന്ന് മുന്ദ്ര ഗുജറാത്തിലെ, മറ്റൊന്ന് മുംബൈയാണ്. പിന്നെ പല തുറമുഖങ്ങളിൽ നിന്നും ഇത് പിടിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ അതിൻ്റെ വിശദമായ കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിശാഖപട്ടണം തുറമുഖത്ത് നിന്നുണ്ട്, തൂത്തുക്കുടിയിൽ നിന്നുണ്ട്, അതുപോലെ കൽക്കത്ത തുറമുഖത്ത് നിന്നുണ്ട്. പല തുറമുഖങ്ങളിൽ നിന്നും പിടിച്ചതിൻ്റെ വിശദമായ കണക്ക്, അതുപോലെ കടൽ തീരത്തുനിന്ന് പിടിച്ചതിൻ്റെ, കടലിനകത്ത് നിന്ന് പിടികൂടിയതിൻ്റെയൊക്കെ കണക്ക് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ആഗോള ശൃംഖലയുണ്ട്, ആഗോള മാനങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ ഇത് വലിയ തോതിൽ വരുമ്പോൾ കേരളത്തിലേക്കും അത് എത്തുന്നുണ്ട്. പ്രധാനമായിട്ടും രാസലഹരി വരുന്നത് ബാംഗ്ലൂർ, ഗോവ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്, എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇത് വരുന്നത്. നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? നമ്മുടെ അതിർത്തിയിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കലാണ്. അത് കാര്യക്ഷമമാക്കുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് എക്സൈസ് കാര്യമായ പരിശോധന തീവണ്ടികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിൽ അവിടെ നിന്ന് പിടിക്കുന്നുമുണ്ട്. പിന്നെ അതിഥി തൊഴിലാളികളെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എക്സൈസിൻ്റെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും CCTV നിരീക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈവേ പെട്രോളിംഗ് ഉണ്ട്, സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട്, ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത് എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി SKN പറഞ്ഞ മറ്റൊരു കാര്യം, സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടപെടൽ നടത്തും. നമ്മളൊരു വർഷം മുമ്പാണ് ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത്. 1 കോടിയോളം കുട്ടികളെ അണിനിരത്തിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തും. ഇനിയും വിപുലമായി, പ്രത്യേകിച്ച് ഈ മധ്യവേനൽ അവധിക്കാലം, ഇതിനു വേണ്ടി പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ രക്ഷിതാക്കളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിക്ക് രൂപം കൊടുക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയിലേക്കാണല്ലോ എല്ലാവരും പോയിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നാലും നമ്മൾ ഈ ക്യാമ്പയിൻ തുടരും. ഇത് ഒറ്റക്കെട്ടായിട്ട്, ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല, ഇതിൽ ജാതി മതഭേദങ്ങളില്ല. നമ്മുടെ സമൂഹം, കേരളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്, വലിയൊരു ഭീഷണിയാണ്. അതിനെ നാം ഒറ്റക്കെട്ടായിട്ട് ചെറുത്തില്ലെങ്കിൽ നാളത്തെ കേരളത്തോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യവും തിരിച്ചറിവുമുണ്ട്. അപ്പം എല്ലാവരെയും ഒരുമിപ്പിക്കാൻ, അണിനിരത്താൻ, ഒരു സമാനതകളില്ലാത്ത പ്രതിരോധം, ജനകീയമായ പ്രതിരോധം സൃഷ്ടിക്കാൻ, സാമൂഹിക ജാഗ്രത സൃഷ്ടിക്കാൻ സർക്കാർ മുമ്പിലുണ്ടാവും, സർക്കാർ മുന്നിൽ നിന്ന് നയിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതിന് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല പിന്തുണ നൽകുന്നുണ്ട്, അത് തുടരണം. ബോധവൽക്കരണത്തിന്, ജനങ്ങളെ ജാഗ്രതപ്പെടുത്താൻ ഒക്കെ വലിയ പിന്തുണ മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്. താങ്ക് യു ശ്രീ എം വി രാജേഷ്, താങ്കളുടെ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം കുറച്ച് നേരം ചെലവഴിച്ചതിന്. തീർച്ചയായിട്ടും താങ്കൾ ഈ നടത്തുന്ന യത്നത്തിൽ ഞങ്ങൾ 24 അണിചേരുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഇപ്പോൾ തന്നെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്.